മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ നമ്മുടെ ദുഃഖങ്ങൾ പരസ്പരം പങ്കുവെച്ചും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിച്ചും വചനമാകുന്ന യേശുവിനെ വിശുദ്ധരിലൂടെ നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാകാം. ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വിശുദ്ധൻ്റെ പേര് വിറ്റർബോയിലെ വിശുദ്ധ റോസ്. വലിയ ഒരു വിശുദ്ധയാണ്. ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ അനേകം ആത്മാക്കൾ നേടിയ വിശുദ്ധ വിറ്റർബോയിലെ വിശുദ്ധ റോസ്. വചനം കേൾക്കണ്ടേ? ഫിലിപ്പിയർ 3:14. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ ലക്ഷ്യമിട്ട് ജീവിക്കുന്നവരാണ് ഈ വിശുദ്ധന്മാരെല്ലാവരും തന്നെ. AD 1234 റോമയ്ക്കും സിയന്നയ്ക്കും ഇടയ്ക്കുള്ള വിറ്റർബോയിലാണ് വിശുദ്ധയായിരിക്കുന്ന റോസ് ജനിക്കുന്നത്. അവൾ ജനിച്ചത് വിറ്റർബോയിലായിരുന്നുകൊണ്ട് വിറ്റർബോയിലെ റോസ് എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു. എങ്കിലും അവരും അവരുടെ കുടുംബങ്ങളും സുഹൃതങ്ങളിൽ സമ്പന്നരായിരുന്നു. ദൈവിക കാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു. നടക്കാറായപ്പോൾ തന്നെ ദൈവാലയത്തിൽ പോകുക, ദൈവസന്നിധി സമയം ചെലവഴിക്കുക, പ്രാർത്ഥനയ്ക്കായി അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുക, അത് ആനന്ദമായി, അതവൾ കൊതിച്ചിരുന്നു. വേനലിലും വർഷത്തിലും നിഷ്പാതുകയായിട്ടാണ് അവൾ നടന്നുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതലേ കൊച്ചു കൊച്ചു ത്യാഗങ്ങളും തപശ്ചര്യകളും ചെയ്യാൻ അവൾ പരിശീലിച്ചു. ഭിക്ഷയായിച്ചു വരുന്ന ഒരുവനിൽ ഒരു ഭിക്ഷക്കാരനല്ല കാണുക, മറിച്ച് ദിവ്യ ഗുരുവായ യേശുവിനെയാണ് അവൾ കണ്ടുകൊണ്ടിരുന്നത്. കൗമാരത്തെ തന്നെ ആത്മാക്കൾ നേടുവാനായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം അവളുടെ ജീവിതത്തിൽ ആരംഭിച്ചു. ഇക്കാലത്ത് ചക്രവർത്തിയും മാർപ്പാപ്പയും തമ്മിൽ ഒരു കലഹമുണ്ടായി. മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കാൻ ജനങ്ങളെ വിശുദ്ധയായിരിക്കുന്ന വിറ്റർബോയിലെ റോസ് ഉപദേശിച്ചു. കോപാവിഷ്ടനായ ചക്രവർത്തി അവളെയും കുടുംബത്തെയും നാടുകടത്തി. നാടുകടത്തപ്പെട്ട ആ രാജ്യത്തും ആത്മരക്ഷാ പ്രവർത്തനങ്ങൾ അവൾ തുടർന്നുകൊണ്ടിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അനേകരുടെ മാനസാന്തരത്തിനും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചുവരവിനും സഹായിച്ചു. ചക്രവർത്തിയുടെ മരണശേഷം സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ട് ആത്മരക്ഷയും സുവിശേഷ വേലയും കേന്ദ്രീകൃതമായി ജീവിതത്തെ അവൾ ക്രമീകരിച്ചു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുത്ത സർവ്വ ദൈവമക്കളോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.